ഐക്കൂടെ Iqoo Z5 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ 24,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Iqoo Z5 5G എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം ഈ ഒരു ഫോൺ ഏത് ടൈപ്പ് യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ള ഫോണാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണ്ടത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും അതുപോലെ തന്നെ നല്ല ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഫോണായിരിക്കും Iqoo Z5 5G എന്ന ഫോൺ. അതിന് പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പെർഫോമൻസിൻ്റെ ഗെയിമിങ്ങിൻ്റെ ഒക്കെ കാര്യം പറയുമ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പ്രോസസ്സറാണ്. ഈ ഒരു ഫോണിൽ സ്നാപ്ഡ്രാഗൺ 778G എന്ന പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് ഈ ഒരു പ്രോസസ്സർ. ഇതിൽ അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൽ 8GB റാം ബേസ് വേരിയൻറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 12GB റാമുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. 8GB റാമിൻ്റെ കൂടെ 128GB ഇൻറ്റേർണലാണ് വരുന്നത്. അതുപോലെ തന്നെ 12GB റാമിൻ്റെ കൂടെ 256GB ഇൻറ്റേർണലും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ LPDDR5 റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും 6400 Mbps സ്പീഡിലുള്ള LPDDR5 റാം ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. അപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള റാം ടെക്നോളജിയും അതുപോലെ തന്നെ സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. അതും പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഈ ഫോണിൽ എക്സ്റ്റെൻഡഡ് റാം 2.0 എന്നുള്ള ഫീച്ചർ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 4GB റാം വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഗെയിം കളിക്കുന്ന സമയത്ത് ഫോൺ പെട്ടെന്ന് ഹീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് VC ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗെയിമിങ്ങിൻ്റെ ഒക്കെ ടൈമിൽ നല്ല വൈബ്രേഷനും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 4D ഗെയിം വൈബ്രേഷൻ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ലീനിയർ മോട്ടറാണ് ഇതിൽ വരുന്നത്. അതുപോലെ ഗെയിമിംഗ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അൾട്രാ ഗെയിം മോഡ് 2.0 എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൗണ്ട് എന്നുള്ള കാര്യം ഗെയിമിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്കും വരുന്നുണ്ട്. പിന്നെ ഗെയിമിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് റിഫ്രഷ് റേറ്റും അതുപോലെ തന്നെ ടച്ച് സാമ്പിളിംഗ് റേറ്റും. ഈ ഒരു ഫോണിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. അപ്പം ഗെയിമിങ്ങിനും പെർഫോമൻസിനൊക്കെ ഇതുപോലെ കുറേ നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഗെയിമിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു കാര്യമാണ് ബാറ്ററി. ഇതിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അത് തരക്കേടില്ലാത്ത ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ്. ഇതിൽ 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Iqoo Z3 എന്ന ഫോണിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ 55 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ഡൗൺ ഗ്രേഡ് ആണ്. പിന്നെ Type-C ചാർജിങ് പോർട്ടുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇപ്പോൾ ഇത്രയൊക്കെ പറയുമ്പം ഇതിൽ നെഗറ്റീവ് ഒന്നും ഇല്ല എന്നുള്ളതല്ല. ഇപ്പോൾ നമ്മൾ പ്രോസസ്സറിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞപ്പം 5G സപ്പോർട്ടിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. 5G ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ബാൻഡുകളുടെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ N77 അതുപോലെ തന്നെ N78 എന്നിങ്ങനെ 2 5G ബാൻഡ്സ് മാത്രമേ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പണ്ടൊക്കെ 1ഉം 2ഉം 5G ബാൻഡ്സ് ഒക്കെ ആയിട്ട് പല ബ്രാൻഡുകളും അവരുടെ ഫോണുകളിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം മിക്ക ബ്രാൻഡുകളും അവരുടെ 5G ഫോൺസിൽ കൂടുതൽ 5G ബാൻഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴും Iqooടെ ഈ ഫോണിൽ 2 5G ബാൻഡ്സ് മാത്രമേ വരുന്നുള്ളൂ. അത് ഒരു നെഗറ്റീവ് തന്നെയാണ്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം പറയുമ്പം ഈ ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിൽ AMOLED ഡിസ്പ്ലേ വരുന്നില്ല. LCD പാനലാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം 24,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ മിക്ക ഫോണുകളിലും നമുക്ക് AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഈ ഫോണിൽ LCD ഡിസ്പ്ലേ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഡിസ്പ്ലേയിൽ HDR10 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. അത്യാവശ്യം ചെറിയൊരു പഞ്ചോളാണ് ഈ ഫോണിൽ വരുന്നത്. പഞ്ചോളിൻ്റെ ഡയമീറ്റർ വരുന്നത് വെറും 3.9mm ആണ്. പിന്നെ റിഫ്രഷ് റേറ്റിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ടച്ച് സാമ്പിളിംഗ് റേറ്റിൻ്റെ കാര്യവും നേരത്തെ പറഞ്ഞതാണ്. ഈ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 650 nits ആണ്. ഫോണിലെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 193 ഗ്രാമാണ്. അതുപോലെ തന്നെ 8.49mm ആണ് ഈ ഫോണിൻ്റെ തിക്നെസ് വരുന്നത്. ഈ ഫോണിൻ്റെ മിസ്റ്റിക് സ്പേസ് അതുപോലെ തന്നെ ആർട്ടിക് ഡോൺ എന്നീ 2 കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ Android 11 ബേസ് ചെയ്തിട്ടുള്ള ഫോൺ ടച്ച് OS സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 64 മെഗാപിക്സലിൻ്റെ f1.79 അപ്പർച്ചറിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സാംസങ് GW3യുടെ സെൻസറാണ്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പർച്ചറിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 ഡിഗ്രിയാണ്. മൂന്നാമത് 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പർച്ചറിൽ വരുന്ന മാക്രോ ലെൻസാണ് വരുന്നത്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ f2.45 അപ്പർച്ചറിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്.
പിന്നെ വിലയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ 8 GB റാം വെർഷൻ്റെ വില വരുന്നത് 23,990 രൂപയാണ്. അതുപോലെ തന്നെ 12 GB റാം വെർഷൻ്റെ വില വരുന്നത് 26,990 രൂപയാണ്. ആമസോൺ വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. ഒക്ടോബർ 3 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ HDFCയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1,500 രൂപയുടെ ഓഫ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ആമസോൺ കൂപ്പൺസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1,500 രൂപയുടെ ഓഫ് നമുക്ക് വേറെയും ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിന് 6 മാസത്തെ സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോണിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുന്നത് ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും അതുപോലെ തന്നെ ഗെയിമിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എന്നാലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ ഒരു ഫോണിൽ വെറും 2 5G ബാൻഡ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്, AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടില്ല. അപ്പം എന്തായാലും ഈ ഒരു ഫോണിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം.